നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിനായി 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിൽ 2 മുട്ട കട്ട് ചെയ്തതും 2 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ പാലും 1 സ്പൂൺ വിനാഗിരിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുക്കുക. പിന്നെ ഒരു ബൗളിൽ 2 മുട്ട ഫോർക്ക് കൊണ്ട് ക്രഷ് ചെയ്തെടുക്കുക. ഫില്ലിങ്സിനായിട്ട് കുറച്ച് സവോള അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് മല്ലിയിലയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ നാരങ്ങാനീരും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മയോണൈസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഉപ്പ് പാകത്തിന് ആണോ എന്ന് നോക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചതിന് ശേഷം ബട്ടർ ഇട്ട് മെൽറ്റായി കഴിയുമ്പോൾ ബ്രെഡ് തിരിച്ചും മറിച്ചും ടോസ്റ്റ് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് സോസും ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചീസ് സ്ലൈസും വെച്ച് കൊടുത്ത് ബ്രെഡ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഒന്നുകൂടി പാനിൽ ബട്ടർ തേച്ച് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് സാൻഡ്വിച്ച് റെഡിയായി. ഇതുപോലെ ഒന്നുകൂടി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചീസ് സ്ലൈസ് ഇല്ലാതെയും ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കാം. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.